ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ അഥവാ പാസും അത് പഠിക്കാനുള്ള കോഡുമാണ്. ഞാനിത് ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എനിക്ക് ഒരു എക്സാമിന്, അതായത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ഞാൻ ഒരുപാട് പ്രാവശ്യം ശരിയാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഔട്ടായി കിട്ടിയില്ല എനിക്ക്. അത് ഈ ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇനി എന്നെപ്പോലെ നിങ്ങൾക്ക് നഷ്ടമാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കോഡ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹിമാചൽ പ്രദേശുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസസിന് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഒരു ഇംഗ്ലീഷ് റൈമാണ്. പണ്ട് നിങ്ങൾ നഴ്സറി പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. റോ 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 യുവർ ബോട്ട് ജെല്ലി ഡൗൺ ദ സ്ട്രീം. അതിനെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിനെ എന്താക്കി, റോ 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 യുവർ ഷിപ്പ് എന്നാക്കി. ഓക്കെ, ഷിപ്പ് ജെല്ലി ഡൗൺ ദ സ്നോ. ഇതെന്താണ് ഇതെന്ന് ഉദ്ദേശിക്കണേന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ചിരി വരും. ഓക്കെ, സ്നോ എന്നാൽ അർത്ഥം മഞ്ഞെന്നാണ്, ഇല്ലേ? മഞ്ഞ്. ഈ മഞ്ഞിൻ്റെ മറ്റൊരു പര്യായ പദം ചോദിച്ചാൽ മലയാളത്തിന് 1 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഹിമോ ആണ്. ഇവിടെ സ്നോ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയാണ്. ഇനി റോ 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 യുവർ, അതിനകത്ത് റോ എന്ന് പറയുന്നത് എന്താണ്? റോഹ്താങ് പാസ് ആണ് റോ എന്ന് പറയുന്നത്. ഇനി ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഷിപ്കിലയാണ്. ഷിപ്കില പാസിനെയാണ് റോ 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 യുവർ ഷിപ്പ് പാസ്. തീർച്ചയായിട്ടും ഇത് ഏത് സ്ഥലമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ്, ഏതുമായിട്ടാണ്? ഫസ്റ്റ് റോഹ്താങ് അറിയാം, നമുക്കറിയാം ഒരു സാധനം ഒഴുകുമ്പോൾ അതെന്തായാലും എന്ത് ചെയ്യും? കുളിക്കും, ഇല്ലേ? അപ്പോൾ റോഹ്താങ് എന്ന് പറയുന്ന ചുരം കുളുവായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഹിമാചൽ പ്രദേശിനെയും കുളുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോ. ഇനി അടുത്തത് റോഹ്താങ്. അടുത്തത് ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്കിലാണെന്ന് പറഞ്ഞു. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, പോയ ഷിപ്പിന്റെ ഷേപ്പ് എന്താണ്? T ഷേപ്പാണ്. അതായത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഷിപ്കില പാസ്. ഓക്കെ, ഇപ്പൊ റോഹ്താങ് കുളുവായിട്ട് ബന്ധിപ്പിക്കുന്നു, ഷിപ്കില T ഷേപ്പാണ്, ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സിക്കിമിലെ 2 പ്രധാനപ്പെട്ട PSC ആവർത്തിച്ച് ചോദിക്കുന്ന 2 പാസുകളെ പറ്റിയിട്ടാണ്. CD-യിൽ ഞാൻ ജലനാദം കേട്ടു. CD-യിൽ എങ്ങനെ ജലനാദം കേൾക്കും അല്ലേ? എന്തായാലും നമുക്ക് കോഡ് പഠിക്കാം. CD-യിലെ സിക്കിമിൻ CI എന്ന് ഉദ്ദേശിക്കുന്നത് സിക്കിമിനെയാണ്, D ഉദ്ദേശിക്കുന്നത് ടിബറ്റിനെയാണ്. ഈ 2 പാസുകളും ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. ഒന്നാമത്തത് ജൽപല, അടുത്തത് നാദുല. ജൽപലയും നാദുലയും. CD-യിൽ ഞാൻ ജലനാദം കേട്ടു എന്നാണ് കോഡ്. അടുത്തത് ഉത്തരാഖണ്ഡിലുള്ളതാണ്. മനയുടെ ഉത്തരത്തിൽ T എന്ന ലിപി കണ്ടു. അതായത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നതാണ് ഉത്തരം. ഈ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഉത്തരത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മുകളില് മനയുടെ റൂഫിൽ എന്ത് കണ്ടു? T എന്ന ലിപി കണ്ടു. T എന്ന് ഉദ്ദേശിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 പാസാണ്. ഒന്നാമത്തത് മന, രണ്ടാമത്തത് ലിപുലേക്ക്. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡിലെ 2 പാസ് ഏതൊക്കെയാണ്? മനയും ലിപുലേക്കും. രണ്ടും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കോഡ് പറയാം, മനയുടെ ഉത്തരത്തിൽ T എന്ന ലിപി കണ്ടു. നെക്സ്റ്റ് അരുണാചൽ പ്രദേശാണ്. ഇതാണ് എന്നെ ചതിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അരുൺ അസമിൽ പോകാൻ ബോഡി പാസ് എടുത്തു. അരുൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അരുണാചൽ പ്രദേശാണ്. അസമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാസ്സാണ്. ബോഡി പാസ് അല്ല, ബോധില പാസ് ആണ് അരുണിനെയും അസമിനെയും ബന്ധിപ്പിക്കുന്നത്. ഇത് മറക്കരുത്. അരുൺ അസമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ബോഡി പാസ് എടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിലെ ചുരങ്ങളെ പറ്റിയിട്ടാണ്. ജമ്മു കാശ്മീരിലെ ചുരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. കാശിന് കിട്ടിയ കാരയ്ക്ക ചൈനയ്ക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, ഇന്ത്യ ഭയങ്കര യുദ്ധമാണ്. അപ്പൊ എന്താണ്, പിന്നെ പത്രത്തിൽ വന്ന വാർത്ത ആരാണ് കൊടുത്തത്? സ്വന്തം ലേഖകൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? സൊലെ.
ഓക്കെ. അപ്പൊ സ്വന്തം ലേഖകൻ കൊടുത്ത വാർത്തയാണ് കാശിന് കിട്ടിയ കാരക്ക ചൈനയ്ക്ക് കൊണ്ടുപോയി. എന്താണ് സംഭവം? കാശ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാശ്മീരിനെയാണ്, കാരക്ക കാരക്കോറം, പിന്നെ അടുത്തത് ചൈനയ്ക്കാണ് കൊണ്ടുപോയത്. അതായത് കാശ്മീരിനകത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട PSCക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് പാസ്സാണ് കാരക്കയും പിന്നെ കാരക്കോറവും പിന്നെന്താണ് സോജില പാസ്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാരക്ക എടുത്ത് സോയും എടുത്തത്, സോലയുടെ സോയ്. ഇപ്പൊ കാരക്ക കൊണ്ടുപോയത് ചൈനയിലാണ്. അപ്പോൾ കാരക്കോറം എന്താണ് ചൈനയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. കാശ്മീരിനെയും ചൈനയായിട്ട് ബന്ധിപ്പിക്കുന്ന പാസ്സാണ് കാരക്കോറം പാസ്. ഇനി സൊലെ എന്താണ് കാശ്മീരിനെ ലേയുമായി ബന്ധിപ്പിക്കുന്നതാണ്. എന്ത്? സോലെ എന്ന് വെച്ചാൽ എന്താണ്? സോജില പാസ്. സോജില പാസ് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതാണ് ജമ്മു കാശ്മീരിലെ പാസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. എന്താണ്? കാശിന് കിട്ടിയ കാരക്ക ചൈനയ്ക്ക് കൊണ്ടുപോയി എന്ന് സോലെ. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഈ കോഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങൾക്ക് ചുരങ്ങൾ തെറ്റത്തില്ല. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിൻ്റെ കോഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്സ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കാവുന്നതാണ്. ഓക്കെ. താങ്ക് യു.